ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിപ്പൂവ്, കൊങ്ങിണിപ്പൂവ്, ലന്താന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയിലെ കെയറിങ്ങും അതേപോലെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി 1-2 വെറൈറ്റികളാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു പ്ലാന്റിൽ തന്നെ 2-3 കളറിൽ ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ്. നോക്കിയാൽ അറിയാം, നമ്മൾ വിരിയുന്ന സമയത്തുള്ള ചെറിയൊരു യെല്ലോ കളറ്, പിന്നെ ഓറഞ്ച് കളറ്, പിന്നെ നല്ല റെഡ് കളറിലേക്ക് മാറുന്ന ഒരു വെറൈറ്റി. നല്ല ഭംഗിയാണ് ഈ ഒരു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. നിറയെ പൂക്കളുണ്ടാവും. അതേപോലെ യെല്ലോ വെറൈറ്റി, യെല്ലോ ആദ്യം വിരിയുന്ന സമയത്ത് നല്ല യെല്ലോ ആയിരിക്കും, പിന്നെ അത് ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്ന ഒരു വെറൈറ്റി. അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ വെറൈറ്റി. ഈ ചെടികളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ കെയറിങ്ങൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ചെടികൾ നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് പൂക്കളില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോഴേക്ക് നമുക്ക് ചെടി നല്ല രീതിയിൽ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും ഒക്കെ ഈ ചെടിയിൽ ചെയ്യാം. അതായത് ഇതിൻ്റെ പൂക്കളുണ്ടായ തണ്ടുകളൊക്കെ മുറിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പുതിയ തൈകൾ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ വന്നു തുടങ്ങും. പിന്നെ നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുള്ള തണ്ടുകൾ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ അത്തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് ചെടികളാണ്. ചെറിയ പോട്ടുകളിലും വലിയ പോട്ടുകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ പോട്ടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ വീണ്ടും പുതിയ പൂക്കളൊക്കെ ആയി കിട്ടുകയും ചെയ്യും. നമുക്കൊരു താങ്ങ് കൊടുത്തിട്ടൊക്കെ ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പോട്ടിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തൊക്കെ നല്ല സക്സസ് ആയിട്ട് തന്നെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നിറയെ വേരുകളും ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് മാറിയ ചെടികളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാന്റ് നമുക്ക് എങ്ങനെ നടന്നു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണ്, ചെറിയ പോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് അതൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ കട്ടിങ്ങൾ മുറിച്ച് വെച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പൂക്കളില്ലാത്ത തണ്ടുകളൊക്കെ മുറിച്ച് നടുകയാണ് ചെയ്യുക. ഒരു ചെടി നമുക്ക് ഷേപ്പായി നിർത്താൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം മുകളിലേക്ക് നല്ല വലുതായിട്ട് പോകുന്ന തണ്ടുകളൊക്കെ ഇതേപോലെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പീസ് മതി നമുക്ക് നട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ ഇതിൽ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പൂക്കൾ കൊഴിഞ്ഞു പോയ ഭാഗങ്ങളാണ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചെടികളെ ശ്രദ്ധിച്ച് നമ്മൾ പൂക്കൾ കൊഴിഞ്ഞ ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പൂക്കളുള്ളതും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൂക്കളുള്ള ഭാഗം നിർത്തിയിട്ട് ബാക്കി ഭാഗമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ താഴെ ഭാഗത്തും എല്ലാം നിറയെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞതൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെടികൾക്ക് മെയിനായിട്ട് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ്. ചാണകപ്പൊടി ആണെങ്കിൽ നമുക്ക് എല്ലുപൊടി ചേർക്കാം, പക്ഷേ നമ്മൾ ചാണകപ്പൊടി മാത്രം ചേർത്ത് വളർത്തിയെടുത്തുള്ള ചെടികളാണ്. അതുപോലെ തന്നെ ഈ ഒരു കളർ വെറൈറ്റിയും നമുക്ക് ഇതൊന്നും മുറിച്ച് കൊടുക്കാനുണ്ട്. ഇതേപോലെ ഇതിൻ്റെ തലപ്പ് ഭാഗം, പൂക്കൾ കൊഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്ത ഏകദേശം 2 ആഴ്ച ആകുമ്പോഴേക്ക് നമുക്ക് ഇതിലൊക്കെ പൂക്കളായി കിട്ടും. പിന്നെ ചെടി ഒന്ന് കാണാനൊരു ഭംഗിയായിരിക്കും. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ബുഷ് ചെയ്ത് നിർത്തുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല വെയിലുള്ള സ്ഥലത്ത് നിർത്തുക ചെടികൾ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ പൂക്കളുണ്ടാവും. തണലത്തൊക്കെ ആണെങ്കിൽ പൂക്കൾ കുറവായിരിക്കും. കട്ട് ചെയ്ത പീസുകളെടുത്ത് നമുക്ക് പുതിയ പോട്ടിൽ പുതിയ തൈകളാക്കി മാറ്റുകയും ചെയ്യാം. ഇന്ന് നമ്മൾ കുറേ കട്ടിങ്ങുകൾ ഇതേപോലെ തലഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്ങുകളാണ് നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് തൈകളാക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അതേപോലെ നമ്മൾ തൈകളായിട്ടുള്ള ചെടികൾ അതേപോലെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിങ്ങുകൾ നോക്കി ഇറക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ തലപ്പുകളായിരിക്കും എപ്പോഴും നമുക്ക് വേര് പിടിക്കാൻ ഏറ്റവും നല്ലത്. ഇത്തരത്തിലുള്ള ചെറിയ കട്ടിങ്ങുകൾ നോക്കിയിട്ട് നമ്മൾ പോട്ടിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ ലന്താന. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.